താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. ആരുടെയും മുന്നിലും വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നാം പലരെയും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ നാവിൽ നിന്ന് നാം ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കണമെങ്കിൽ തീരുമാനങ്ങളും സ്വന്തമാവണം. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ലോകം. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാവട്ടെ ഓരോ ദിവസങ്ങളും. സ്നേഹം ചേർത്തെഴുതുമ്പോൾ വെറുമൊരു വാക്ക് മാത്രമാണ്. ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് അർത്ഥങ്ങൾ അനേകമാണ്. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യ ബന്ധങ്ങൾക്ക് തന്നെയാണ്. ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴഞ്ഞോളണം. ഇനി മുങ്ങിത്താഴാതിരിക്കൽ നമ്മുടെ മാത്രം ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മളെല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. കരയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. പക്ഷേ വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതാണ്. അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അതുതന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം. അതൊരു പുതിയ തുടക്കമാവാം, അല്ലെങ്കിൽ അവസാനവും. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. 1-ാം തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2-ാം തവണ അതൊരു പാഠവും. അതിൽ കൂടുതൽ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അത്ഭുതമല്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അതാണ് അത്ഭുതം.